ഹായ് മാന്യ സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഈ പച്ചച്ചീര നിങ്ങൾ നോക്കിയിട്ട് ഒരു ചെറു വൃക്ഷം പോലാണ് ഇത് ഞാൻ വളർത്തിയെടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചീര ഇല ആഴ്ചതോറും നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ചീര നമ്മൾ നടുകയില്ലയോ, അതിനെക്കാട്ടിൽ കുറച്ചുകൂടി വിസ്തൃതിയിൽ നമ്മൾ ഒരു തടമെടുക്കുക. ആ തടത്തിനകത്ത് നല്ല ആരോഗ്യമുള്ള ഒരു മൂട് ചീര തൈതിടുക. നട്ടതിന് ശേഷം അത് പിടിച്ചു വരുന്നൊന്നേ നമ്മുടെ വേപ്പിൻ്റെ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ ഈ ചീമക്കൊന്നയുടെ ഇലയും കൂടി പുളിപ്പിച്ച് എന്ന് വെച്ചാൽ അത് ഒരു പാത്രത്തിലിട്ട് വച്ചിരുന്ന് നിറച്ച് വെള്ളം ഒഴിച്ച് 7 മുതൽ 15 ദിവസം വരെ കഴിഞ്ഞ് അതിനകത്തുനിന്ന് കുറച്ച് കോരിയെടുത്ത് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത്, ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കോരിയെടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 5 മുതൽ 10 വരെ ഇരട്ടി വെള്ളം വേണം നമ്മൾ ചേർക്കാൻ. ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ ഇത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ശിഖരം മാത്രമേ ഉള്ളെങ്കിൽ ആ ശിഖരത്തിൻ്റെ മുകൾ ഭാഗം നഖവും കൊണ്ടങ്ങ് മുറിച്ചിടണം. അപ്പോൾ ചുറ്റും ഇതേപോലെ ശിഖരങ്ങൾ കിളിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിളിച്ചു വരുന്ന വീണ്ടും ആഴ്ചതോറും ഈ വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും, അതേപോലെ ഇപ്പം നിങ്ങൾ കണ്ടു ഈ തടത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നത് വാഴപ്പോള നമ്മൾ കൊല വെട്ടിയതിന് ശേഷം വാഴപ്പോള പിണ്ടി പൊളിച്ച് ആ വാഴപ്പോള ഇട്ടാൽ മതി. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കഠിനമായ ചൂട്, അതിഭയങ്കരമായ ചൂടാണ് ഈ കുംഭം മീനം മേടം മാസങ്ങളിലൊക്കെ. അപ്പോൾ ഈ ചൂട് ഇതിൻ്റെ ചുവട്ടിൽ നേരിട്ട് പതിക്കാതിരിക്കാൻ ഈ വാഴപ്പോള സഹായിക്കും. തന്നെയല്ല, വാഴപ്പോള ഉണങ്ങുന്ന ഉടനെ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തെ പിടിച്ചെടുക്കുകയും ആ ഈർപ്പം അതിൻ്റെ ചുവട്ടിൽ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഇതൊരു ചെറു വൃക്ഷമായിട്ട് ഈ ചീര വളർന്നു വരും. അങ്ങനെ വളർന്നു വരുന്ന ഈ ചീര നമുക്ക് ആഴ്ചതോറും ഇതിൻ്റെ ഇലകൾ നമുക്ക് കറിക്കായിട്ട് പറിച്ചെടുക്കാം. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇത് പൂക്കും. കണ്ടോ, ഇതിങ്ങനെ പൂക്കുന്നുണ്ടെങ്കിൽ വിത്തിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഇതിലെ ഏതെങ്കിലും ഒരു ശിഖരം ഇതിലെ പൂ നമുക്ക് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള പൂക്കളോടുകൂടി ഇലകൾ വേണം നമ്മൾ കണ്ടിച്ചെടുക്കാൻ. അപ്പോൾ വീണ്ടും ഇവിടുത്തെ ഈ ശാഖകളിൽ നിന്നും വീണ്ടും ഇലകളിങ്ങനെ കിളിച്ച് നല്ല രീതിയിൽ വരും. അപ്പോൾ ഇത് നമുക്ക് ഏതാണ്ട് ഇതിപ്പോൾ ഒരു 4 മാസത്തോളമായി ഞാനിത് വളർത്തി ഇതിൻ്റെ ആദായം എടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, പൂക്കളുണ്ടായെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് വിത്ത് കൂടി വേണം. അതിനുവേണ്ടി ഞാനിപ്പോഴും ഈ ശാഖയാണ് ഇപ്പം നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ശാഖകൾ മൊത്തം ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കും. അപ്പം ഇതേപോലെയുള്ള 2 മൂട് ചീര, ഇതിപ്പോൾ ഒരു മൂടേ ഉള്ളൂ, വേറെ എനിക്ക് ചീരകളുണ്ട്. 2 മൂട് ചീരയുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് ആ ചീരയുടെ കറി, ചീരയുടെ തോരനായിട്ടോ അവിയലായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ചീരയ്ക്ക് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ചീരയുടെ ഔഷധ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ചീരയിൽ വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി ഉണ്ട്, കാൽസ്യമുണ്ട്, ഇരുമ്പുണ്ട്, കൂടാതെ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ വിലയേറിയ ഒരു കലവറ എന്ന് വേണേൽ നമുക്ക് ചീരയെ വിശേഷിപ്പിക്കാം. പിന്നെ മറ്റൊന്ന്, ഈ പച്ചച്ചീരയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ്. പിന്നെ ഈ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പച്ചച്ചീര വളരെയധികം പ്രയോജനപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ ചീര സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചീര കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയെ, ത്വക്ക്, എല്ല് എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ വളരെയധികം ഉത്തമമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ചീര സ്ഥിരമായി കഴിക്കുന്നതിലൂടെ സാധിക്കും. തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും പ്രവർത്തനം കാര്യക്ഷമമാക്കാനും കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താനും ചീര കഴിക്കുന്നതിലൂടെ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇരുമ്പും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം ചീരയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ചീരകൾ തോരനായിട്ട്, സലാഡായിട്ട്, അവിയലായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്രയധികം ഗുണങ്ങളുള്ള ഈ ചീര ഒരെണ്ണമെങ്കിലും നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ ആഴ്ചയിൽ തീർച്ചയായിട്ടും നമുക്ക് വില കൊടുക്കാതെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഒരു കറി നമുക്ക് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളർത്തുന്ന
ചാക്കിൽ നമുക്ക് വളർത്താം. അതുപോലെ തന്നെ അല്പം വലിയ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ മണ്ണുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സൗകര്യം. അപ്പം പ്രിയപ്പെട്ടവരെ, വലിയ ചിലവൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ചീര നട്ടുപിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു മൂട് ചീര നമ്മൾ വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്കിതിൻ്റെ അതെടുക്കും. കാരണം ഈ ചീരയുടെ വിത്ത് വിതരണം നടത്തുന്നത് കാറ്റാണ്. കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കുന്നതിനാൽ ഈ ചീരയുടെ അരി ഉണങ്ങി കാറ്റിലൂടെ പറന്ന് പരിസരത്തെല്ലാം ഇത് വ്യാപിക്കും. അങ്ങനെയാകുമ്പോഴും മഴയുടെ ആരംഭത്തോടു കൂടി ധാരാളമായിട്ട് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ പരിസരങ്ങളിൽ കിളിച്ചു വരും. അത് നമുക്ക് അവിടെ തന്നെ നിർത്തുകയോ അതല്ലെങ്കിൽ അത് പിഴുത് നല്ല രീതിയിൽ നമുക്ക് നട്ടു വളർത്തി പരിപാലിച്ച് ആദായം ഉണ്ടാക്കുകയോ ചെയ്യാം. ചീര ഇന്ന് വിപണിയിൽ വളരെ സുലഭമാണ്. ചീരയെ ബാധിക്കുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇലപ്പുള്ളി രോഗമുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള വളപ്രയോഗ രീതിയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഈ ചീരയ്ക്ക് വരത്തില്ല. അപ്പോൾ അത് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ നിസ്സാരമായിട്ട് പൈസ കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന ഈ ചീമക്കൊന്നയുടെ ഇലയും അല്പം വേപ്പിണ്ണാക്കും അല്പം കടലപ്പിണ്ണാക്കും കൂടെ നമ്മൾ പുളിപ്പിച്ച് അതിൻ്റെ ലായനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ലായനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക് നമുക്ക് ഒന്ന് കാണാം. ഞാൻ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ലായനി. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു തവണയാണ് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചീരയ്ക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശിഖരം നിർത്തിയിട്ട് ബാക്കി ശിഖരത്തിൽ വന്നു ചേരുന്ന പൂക്കൾ നമ്മൾ അത് നശിപ്പിച്ച് കളയുന്നുള്ളതാണ്. അപ്പോൾ ഇതങ്ങ് ഒഴിക്കാൻ പോകാം. നോക്കി ഇതിൻ്റെ ചുവട്ടിലങ്ങ് ഒഴിച്ചാൽ മതി. അല്പം ദൂരെ കൂട്ടി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതങ്ങ് വളമായിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ ഇതാണ് ഞാൻ നടാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നത്. ബാക്കി ഇത് കണ്ടോ, നമുക്ക് കറിക്ക് വേണ്ടി കണ്ടിച്ചെടുക്കാം. കണ്ടോ, ഇത് കണ്ടിച്ചെടുക്കാൻ നല്ലതാണ് സംഗതി. സുഹൃത്തുക്കളെ, ദാണ്ട് ഇതെനിക്ക് ഈ ആഴ്ചയിൽ ഇത്രയും ചീരയാണ് ഇതിൽ നിന്നും കിട്ടിയത്. ആ ഒരു ശിഖരം ഞാൻ വിത്തുൽപാദനത്തിന് വേണ്ടി മാത്രം നിർത്തിയേക്കാണ്. ഇനിയും അടുത്ത ആഴ്ചയിലും എനിക്ക് ഇത്രയും കിട്ടും. ഇതിനോടൊപ്പം ഇപ്പോൾ ചക്കയൊക്കെ ഉള്ള സമയമാണ്. ചക്കയരിയും കൂടെയൊക്കെ ചേർത്ത് സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ വിറ്റാമിനുകളുടെ കലവറയായ ഈ ചീര, പ്രത്യേകിച്ചും പച്ചച്ചീരയുടെ വിറ്റാമിൻസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത് നമുക്ക് വളർത്താൻ പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ കൃഷി രീതികളും കൃഷിക്കാഴ്ചകളും കാണാനും അത് സമാന ചിന്താഗതിയുള്ളവരിലൊക്കെ എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.